ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നോമ്പ് എന്താ പറയുക 24. ഇപ്പം വീഡിയോ എടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ 6:05 ആവാനായി ഏകദേശം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്താ മോളെ നോക്കിയല്ലമ്മ മുഖത്തൊന്നും കൊതു കളിച്ചില്ല. കുരു വന്നിട്ടുണ്ട് ഇപ്പുറം ഇപ്പുറം. അതാ അപ്പോൾ എന്താ പറയുക, ഉമ്മാക്ക് ഇവർക്കെല്ലാം പിറക്കുന്ന എല്ലാവർക്കും നമ്മളെ റിലേറ്റീവിൻ്റെ പിറക്ക് പോയിട്ടുണ്ടായിരുന്നു. റിലേറ്റീവ് എന്ന് വെച്ചാൽ ഉമ്മയുടെ ഉച്ചാനവർക്ക് തന്നെയാണ്. അപ്പോൾ അവരിപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോൾ അവരെ പോകുന്നതുകൊണ്ട് ഉമ്മ ഫുള്ള് റെഡിയാക്കിയിട്ടാണ് പോയത് കേട്ടോ. ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പോയി. ഞാൻ ജസ്റ്റ് രാത്രിത്തേക്കുള്ള കറി മാത്രം വെച്ച് ഉമ്മ പത്തിലിട്ട് പിന്നെ അപ്പങ്ങളെല്ലാക്കി എല്ലാം സെറ്റാക്കിയിട്ടാണ് പോയത്. പിന്നെ ഇന്നലെ മുട്ട നിറച്ചാക്കിയത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി കരിയപ്പം പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടായതുകൊണ്ട് അത് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ വേറെ എന്താണ് ഗായ്സ് അറിയില്ല മുത്താണ്. അപ്പം മാമണ്ടി വെച്ചു. അപ്പം ഇതൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാം കാണിച്ചു തരാം ഗായ്സ്. നമ്മളിതാ ഇത് ഒന്ന് ചൂടാക്കാൻ വന്നിട്ട് അത് എന്നിട്ട് ഒക്കെ കുറച്ച് ഇറാനിപ്പോടെ ബാക്കിയുണ്ട്. അത് പറഞ്ഞാൽ മുട്ടയപ്പം ഇതിലൊരു പ്ലേറ്റ് വെച്ചാൽ പോരാ. ഒരു പ്ലേറ്റ് വെച്ചാൽ എല്ലാം തന്നിട്ട് ഉണ്ടാവും കൂടെ ചിലതുണ്ട് അത്ര ചിലതെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം ഉണ്ടായിരുന്നു. അതും തന്നിട്ടുണ്ട് അത്ര എല്ലാം തന്നിട്ടുണ്ട് ഈ രണ്ടുപ്പാക്ക് തണുപ്പുണ്ടല്ലോ, തണുപ്പില്ലാതെ. ഒരു റൈസ് നമ്മുടെ പാത്രത്തിൽ കരിയപ്പെടുന്ന കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഇവിടെ വെച്ചിട്ടാണ്. ഷെൻജുവിന് ഐസ്ക്രീം ഇട്ടിട്ട് വേണം സലാഡ്, ഫ്രൂട്ട് സലാഡ് പോലെ ആക്കണം എന്ന് പറഞ്ഞിട്ട്. ബ്ലാക്ക് തിന്നാൻ എന്തിനാണത് വേണ്ടേ? ഐസ്ക്രീമിൽ ഓറഞ്ച് ഇടല്ല. ഐസ്ക്രീം ഇങ്ങോട്ട് മതിയാ? മതി, തിന്നൂല, വെറുതെ കളയണ്ട. ഐസ്ക്രീം എടുക്കട്ടെ. നമുക്ക് ഐസ്ക്രീം കച്ചവടക്ക ഉള്ളിൽ അപ്പോൾ ആ കറണ്ട് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഇത് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. അത്ര ആയിട്ടുള്ളൂ. നേരത്തെ ഐസ്ക്രീം വന്നിട്ടേ മോള് നേരത്തെ ഇത്ര ഉണ്ട്. വാ ഇറങ്ങ അവിടുന്ന്. അപ്പുറത്ത് നോമ്പുറിക്ക് നിർത്തട്ടോ. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ എന്താക്കും നോമ്പിന്ന്?
അത് ശരി. തോന്നിട്ട് കസാല ഇങ്ങോട്ടൊക്കെ ഇട്ട് കിട്ടും. അതെയാ, അങ്ങനെ വെച്ച മതി അടുക്ക അവസാനം. എന്നാ വാ റൂമിലേക്ക് വാ. എന്നാ വാ റൂമിലിരിക്കാം. ബാ എന്നെ കച്ചറാവട്ടെ. അതാ പോണ്ട, അതിന് ചളിയായാല് ചളിയാവും. ആ ബാ. വീകും മോളെ. വാ ഉള്ളിൽ കയറി വാ. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം 8:28 അപ്പം എന്താ പറയുക, ഇപ്പോൾ ഇന്നലെ ആയിട്ട് രാത്രി ഇങ്ങനെ ചെറുതായിട്ട് കാറ്റൊക്കെ വീശുന്നുണ്ട്. മിന്നാന്ന് വരെ ഒന്നും ഒരു കാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇന്നലെ ഇന്നൊക്കെ ഇപ്പോൾ പുറത്ത് രാത്രി ചെറിയൊരു മുറ്റത്തിരിക്കുമ്പോൾ ചെറിയൊരു തണുപ്പും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയണ്ടേ, എന്താ പറയാൻ വന്നത്, അപ്പം പക്ഷെ എന്തോ പറയാൻ വിചാരിച്ചിട്ടാ മറന്നുപോയി. അതേപോലെ അന്ന് എൻ്റെ അടുക്ക് ഷോപ്പിങ്ങയിൽ പോയ സമയത്ത്, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് അന്ന് വൈകുന്നേരം എന്താ പറയുക, ഡ്രസ്സ് എടുക്കാനല്ല, ഞാൻ എൻ്റെ അടുക്ക് ഫാൻസി എടുക്കാൻ പോയില്ലേ. അപ്പം അന്ന് ഫാൻസി ഒക്കെ എടുത്തിട്ട് മുറ്റത്തിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റുണ്ടായി കേട്ടോ വൈകുന്നേരം സമയത്ത്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസത്തിന് ശേഷം എനിക്ക് ഇന്ന് രാത്രി മുറ്റത്ത് ഞാൻ പുറത്ത് ഇരിക്കാത്തത് കൊണ്ടാണോ ഈ സമയത്ത് അറിയില്ല എനിക്ക്. ഇന്നലെ ഇന്ന് കുറച്ച് ഇപ്പം കാറ്റ് വീശുമ്പോൾ നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. പിന്നെന്താണ്, അപ്പം നേരത്തെ വീഡിയോ എടുത്തതിന് ശേഷം ഇപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിലും നമ്മൾ വീഡിയോ ഒരു വ്ളോഗ് എന്ന് പറയുമ്പം ചില ആൾ എന്താ പറയുക ഫുൾ ടൈം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരിത് കുറേ ആൾക്കുണ്ടാവും. പക്ഷേ അല്ല കേട്ടോ, നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുന്ന ആ ഒരു ടൈം നോക്കിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഫുൾ വീഡിയോ ഓൺ ആക്കിയിട്ടല്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞത് മാത്രം. അപ്പം എന്താ പറയുക, അപ്പോൾ നേരത്തെ നോമ്പ് കുറിച്ചല്ലേ, ഇന്ന് മാത്രമല്ല അല്ലെങ്കിലും അങ്ങനെയാണ്. നോമ്പ് കുറിച്ചതിന് ശേഷം ഇപ്പോഴാണ് വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ മുറ്റത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായ സമയത്ത് എന്താ പറയുക ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബയ്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം ഓൾറെഡി അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കരിയപ്പം മാത്രമേ പൊഴിക്കാണ്ടായിട്ടു. അപ്പോൾ ഉമ്മ പിന്നെ ജ്യൂസൊക്കെ വേറെ റെഡിയാക്കി. അപ്പോൾ ഞാൻ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരിക്കും പോകാനുണ്ടായതുകൊണ്ട്. അല്ല, ഉമ്മ വേമേ റെഡിയാക്കിയിട്ടുണ്ടായിന്, പത്തിലും നേരത്തെ ചുട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ, ഒരു കുഞ്ഞു വ്ളോഗ് പോലെ എടുത്തിട്ടുള്ളൂ. അപ്പം ബയ്യ ഫുഡ് കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പള്ളി കാണിച്ചു തരാട്ടെ ഞാൻ. അപ്പോൾ ഞാനിതാ പറഞ്ഞ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ കാണിച്ചു തരാം ജസ്റ്റ്. ഇതാണ് എൻ്റെ പുര. അപ്പം ആ പള്ളി അതാ ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, ഇതാണ് പള്ളി കേട്ടോ. ഈ ഒരു ഇത് എൻ്റെ പേരുടെ മതിൽ, എൻ്റെ നേരെ അപ്പുറം കാണുന്നത് പള്ളിയുടെ മതിലാണ് കേട്ടോ. അപ്പം ഖബർസ്ഥാനൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പം പണ്ടൊക്കെ എൻ്റെ ഉപ്പ വർക്കുന്ന കസിൻസൊക്കെ ഞാൻ എന്താ പറയുക പണ്ട് ഒറ്റ കുറച്ചൊരു വലുതായപ്പോഴും എന്താ പറയണ്ടത്, ഒരു ഒറ്റക്ക് കിടക്കാൻ തുടങ്ങിയ മുതൽ, റൂമിൽ ഒറ്റക്ക് കിടക്കാൻ തുടങ്ങിയ മുതൽ എൻ്റെ കസിൻസൊക്കെ ചോദിക്കും, നിനക്ക് പേടിയാവുന്നില്ല, തൊട്ടപ്പുറം ഖബറില്ല, ഞാൻ എങ്ങനെ ഒറ്റക്ക് ഉറങ്ങാൻ പറ്റും, നിനക്ക് പേടിയില്ല. പക്ഷെ എനിക്കിതിൽ അങ്ങനെ ഒരു പേടി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അങ്ങനെയല്ല, ഖബറിൻ്റെ അടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാൻ അങ്ങനെ ഒരു പേടി ആകെ ഉണ്ടായ സമയം പേടി ഭയങ്കരമായിട്ടുണ്ടായെന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ ഉമ്മ മരിച്ച സമയത്തും അതുപോലെ തന്നെ എൻ്റെ ഉപ്പ മരിച്ച സമയത്തും. ആ 2 ടൈമിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ല, എനിക്ക് സങ്കടം കൊണ്ട് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ആ 2 ടൈമിൽ ഒറ്റയ്ക്ക് കിടക്കാന്നുള്ള ഭയങ്കര ഒരു ചാലഞ്ചായിരുന്നു എനിക്ക്. അന്ന് ആ 2 സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാരുപ്പാരുടെ കൂടെ തന്നെയാണ് കിടന്നത് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. എൻ്റെ ഞാൻ ഷെൻജുവിന് 3-ാം മാസം പ്രഗ്നൻ്റ് ആയ സമയത്താണ് എൻ്റെ ഉപ്പ മരിക്കുന്നത്. അതിൽ തന്നെ എൻ്റെ ഷെൻജുവിന് എന്താ പറയുക 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മ മരിക്കുന്നത്. അപ്പം ആ 2 ടൈമിൽ ഞാൻ ഉമ്മാരുപ്പാരുടെ കൂടെ കിടന്നിന്.
പിന്നെ വേറെ എന്താ, ജസ്റ്റ് പറയുമ്പോൾ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ പയ്യെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ ഗേൾസ്, അങ്ങനെ കുറേ സമയം മുറ്റത്ത് ഇരുന്നിരുന്ന് ഞാൻ എന്താ പറയുക, ഇപ്പം മുറ്റത്തിരുന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്ന് പുറത്തിരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ലൈലത്തുൽ ഖദറിൻ്റെ ടൈമിൽ ചെയ്യേണ്ട കുറച്ച് ദുആ കാര്യങ്ങളൊക്കെ ദിക്റുകളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഇപ്പോൾ ആ വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെല്ലിയത്. കാരണം വെച്ചാൽ അതിൽ കൗണ്ടും ചെയ്യുന്നുണ്ട്, ചെല്ലുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് കൂടെ തന്നെ നമുക്ക് പ്രത്യേകം കൈ കൊണ്ടോ നമുക്ക് കൗണ്ടർ ഉപയോഗിച്ച് ചെല്ലേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല എനിക്കിപ്പം. അപ്പം ഞാൻ എന്തൊക്കെയാണ് അതിൽ ചെല്ലുക, കൂടെ തന്നെ ചെല്ലുക. അപ്പോൾ അതിൽ കൗണ്ടിങ് വെച്ചിട്ട് തന്നെയാണ് ചൊല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചൊല്ലി ഫുള്ളായിട്ടില്ല. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി ഫുഡ് കഴിച്ചിട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും തിന്നാം. അപ്പോൾ ഇന്ന് 10 കോഴിക്കറിയാണ്. അപ്പം നമുക്ക് എന്നതാ 10 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറി വയ്ക്കാം. അപ്പം ഞാനെന്ന് പറയുന്നത് കറി നല്ലോണം, അതായത് കറിൻ്റെ ചാറ് നല്ലോണം കൂട്ടുന്ന ആളാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി ഒന്നും പോരാ. ഓക്കെ, ആരെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് കറി നല്ലോണം വേണം. എനിക്ക് അന്നേരം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പരക്കി തിന്നണം. ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറേ ടൈം കറണ്ട് പോകും വരും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, ഫുൾ കറണ്ട് പോവുക വരാ. വൈകുന്നേരം മുതലാന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻവേർട്ടറിലായിരുന്നു കുറച്ച് സമയം ഇൻവേർട്ടറിലിരിക്കുന്നത്. അപ്പം കുറേ ദിവസമായിട്ടാണ് നമ്മൾ ഈ നോമ്പുറിക്കുന്ന കുറേ ഡേയ്സായി നമ്മൾ ഈ നോമ്പുറിക്കുന്ന ടേബിളിൽ, കാരണം റമദാന് മുന്നേ ഫുഡ് കഴിക്കുന്ന ഈ ടേബിൾ ഒറ്റയിരിക്കാൻ വേണ്ടി നോമ്പ് സ്റ്റാർട്ട് ചെയ്ത ശേഷം തിന്നിന് തോന്നുന്നു 2 മാക്സിമം പോയാൽ. അപ്പോൾ നമ്മൾ കിച്ചണിലെ ടേബിൾ തന്നെയാണ് ഇപ്പോൾ അധികം ഫുഡ് കഴിക്കാറ്. നോമ്പ് കുറിച്ചിട്ട് എന്താ പറയുക ഫുഡ് കഴിക്കണ്ട. കാരണം നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിക്കിയിട്ട് ഡയറക്റ്റ് ഈ ടേബിൾ തന്നെ കൊണ്ടുപോയിക്കും ഹാളിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ ടേബിൾ തന്നെയാണ് ഫുഡ് കഴിക്കാറുണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം കിച്ചണിൽ ഇൻവേർട്ടറിലെ ഫാൻ എടുക്കില്ല, കിച്ചണിലെ ഫാൻ ബാക്കിയെല്ലാം എടുത്തോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഈ ടേബിളിലേക്ക് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ കറക്റ്റ് ഞാൻ ഇവിടെ ഇരിക്കലും കറണ്ട് വരലുമായിരുന്നു. അപ്പോൾ ഇനി ആദ്യം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്ന് കഴിക്കാട്ടെ നമുക്ക്. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ? പറയാൻ വിചാരിച്ചു. അപ്പം എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ ചില ആൾക്കാർ പറയും ശ്വാസം പിടിച്ച് തന്നാൽ, അങ്ങനെ പറയും ശ്വാസം കുറച്ച് സമയം അടക്കി തന്നാൽ പോകുന്നതാണ്. ഞാൻ വെള്ളം കുടിക്കലാണ് കേട്ടോ. നമ്മൾ പൊതുവെ കിട്ടുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിക്കും. അപ്പം നിൽക്കുന്നതാണ് പറയുന്നത്. എന്നാൽ ഞാൻ വെള്ളം എടുക്കട്ടെ ഗൈസ്. കാണുന്നുണ്ടോ ഇല്ലൊന്നും അറിയില്ല കേട്ടോ. വേറെ വെള്ളം കുടിക്കട്ടെ. അപ്പോൾ എന്താ പറയുക, ഫുഡ് കഴിക്കുന്ന ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് വെച്ചാൽ വളരെ കുഞ്ഞു വ്ളോഗാണെന്ന് അറിയാം. പക്ഷെ വേറെ ഒന്നും എടുക്കാനുണ്ടായില്ല ഗൈസ്. എന്താ പറയുക, എടുക്കാൻ കഴിയുന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ. അതായത് ബൈ.